വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കേരളത്തിലെ 4 വർഷ ബിരുദം പ്രതിസന്ധിയിൽ. ഇന്ന് കണ്ടൊരു വാർത്തയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം. 4 വർഷ ബിരുദ സ്തംഭനം. ഭരണം മാറിയതോടെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ FIUGP തുടർച്ച പ്രതിസന്ധി. നടത്തിപ്പ് ചുമതലയുള്ള നയപരമായി തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം സ്തംഭിച്ചതാണ് പ്രധാന തടസ്സം. വിദ്യാർത്ഥികളുടെ അന്തർ സർവകലാശാല മാറ്റം, മേജർ മാറ്റം മാറാൻ എന്നിവയെല്ലാം അനിശ്ചിതത്തിലായി. പരിപാടിക്കായി സംസ്ഥാന സർവകലാശാല തലങ്ങളിൽ രൂപീകരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ യോഗം ചേർന്നിട്ട് മാസങ്ങളായി. രജിസ്ട്രാർമാരും ഉന്നത വിദ്യാഭ്യാസ സെല്ലിലെ 2 റിസർച്ച് ഓഫീസർമാരും ഉൾപ്പെടെ സമിതി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്നിട്ടില്ല. 2 റിസർച്ച് ഓഫീസർമാരും ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് അധ്യാപക ജോലിയിലേക്ക് മടങ്ങി. പല രജിസ്ട്രാർമാരും ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ച് മടങ്ങാൻ തുടങ്ങുന്നു. കേരള സർവകലാശാല രജിസ്ട്രാറായിരുന്ന പ്രൊഫസർ KS അനിൽകുമാർ ആയിരുന്നു സമിതി അധ്യക്ഷൻ. അദ്ദേഹം ശാസ്താംകോട്ട DB കോളേജിലേക്ക് മടങ്ങി. 2024 തുടങ്ങിയ കോഴ്സിൽ 2 വർഷവും 4 സെമസ്റ്ററുകളാണ് പൂർത്തിയായത്. 5-6 സെമസ്റ്ററുകളിലാണ് സിഗ്നേച്ചർ കോഴ്സുകൾ ഉൾപ്പെടുത്തേണ്ടത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നതുകൊണ്ട് 7ാം സെമസ്റ്ററിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തീരുമാനിക്കണം. പദ്ധതിയിൽ ഹോണേഴ്സ് ബിരുദവും ഹോണേഴ്സ് വിത്ത് റിസർച്ചുമുണ്ട്. ഇതിൻ്റെ നടത്തിപ്പ് മോണിറ്ററിംഗ് സമിതി തീരുമാനിക്കണം. സംസ്ഥാനതല സമിതി സ്തംഭിച്ചതോടെയാണ് സർവകലാശാല മോണിറ്ററിംഗ് സമിതി ചേരാത്തത്. ഇത്തവണ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് 2-4 സെമസ്റ്റർ പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. കേരള സർവകലാശാലയിൽ പരീക്ഷകൾ തീർന്നിട്ടില്ല. കണ്ണൂരിലും കാലിക്കറ്റിലും മൂല്യനിർണ്ണയം കഴിഞ്ഞുവെങ്കിലും പരീക്ഷാഫലം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതോടെ വിദ്യാർത്ഥികളുടെ സർവകലാശാല മാറ്റം പ്രതിസന്ധിയിലായി. ചുമ്മാ അപ്ഡേറ്റ് കണ്ടപ്പോൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് വേണ്ടി മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ എനിത്തിങ് ഫോർ വാച്ചിങ്. ബൈ.